ഹലോ ഫ്രണ്ട്സ്, ജസി ഷാക്കിർ അടിപൊളി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അടിപൊളിയായിട്ട് ഈ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കടുക്, ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നന്നായി വാട്ടിയെടുക്കാം. പുളി ഒഴിച്ചു കൊടുക്കണ്ട്. നന്നായി തിളച്ച് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു പുളി. അതിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വറ്റിച്ച് വരണം. നന്നായി തിളക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് വറ്റി വരാൻ കുറച്ച് സമയമെടുക്കും. വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര 5 എണ്ണം ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിനി മധുരം എല്ലാം തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു 2 എണ്ണം കൂടി ഇതിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, മധുരം കുറവാണ് തോന്നിയപ്പോൾ. ഇനി നന്നായി അത് കിടന്ന് വറ്റി ആ ശർക്കരയൊക്കെ അലിഞ്ഞ് ചേരണം. ഇത് അരിയും ഉഴുന്നുമാണ്. അത് നന്നായി വറുത്തെടുക്കുക. വറുത്തെടുത്ത അരിയും ഉഴുന്നും നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ അത് പൊടിച്ച പൗഡർ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനും പിന്നെ നമുക്കൊന്ന് കുറുകി കിട്ടാനും കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഇങ്ങനെ. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി ഒരു അടിപൊളി ഐറ്റമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, ബൈ.